യാദവേ, എന്തോ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. സുഖമാണോ? ആ അപ്പോഴേ ആ ഇന്ന് നമുക്ക് എന്തോ പഠിക്കണ്ടേ? നമുക്ക് ഒരു രാഗം സെലക്ട് ചെയ്താലോ? ഏത് രാഗം? വലിച്ചി എടുക്കാം. വലച്ചി. ആ വളരെ മനോഹരമായിട്ടുള്ള രാഗമാണ് ആ വലച്ചി, ഇല്ലയോ? ആ അപ്പോൾ വലച്ചിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആരോഹണത്തിനും അവരോഹണത്തിലും 5 സ്വരങ്ങളുണ്ട്. ആ അപ്പോൾ അത് 5 സ്വരങ്ങളേ ഉള്ളൂ. ആ അപ്പോൾ 5 സ്വരങ്ങളുള്ള രാഗത്തിന് നമ്മളൊരു പേര് പറയും. ഔഡവ ഔഡവ രാഗം. ഔഡവ ഔഡവ രാഗം. അപ്പോൾ ഈ ഔഡവ ഔഡവ രാഗങ്ങളിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിലാണ് പെടുന്നത്. ഏതാണെന്നറിയോ? ജന്യരാഗം. ജന്യരാഗം. ജന്യരാഗം എന്ന് പറഞ്ഞാൽ പല പല രാഗങ്ങളുടെ കുഞ്ഞുരാഗം. കുഞ്ഞ് പല പല രാഗങ്ങളല്ല, 72 മേളകർത്താ രാഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ കുഞ്ഞുരാഗമായിരിക്കും. അപ്പോൾ ഏതൊക്കെ രാഗങ്ങളുടെ ജന്യരാഗമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് അറിയാവോ? 16ാമത്തെ മേളകർത്ത രാഗമായ ചക്രവാഹം, പിന്നെ 28ാം മേളകർത്ത രാഗമായ ഹരികാംബോജി. അപ്പോൾ ഇതിൻ്റെ നിഷാദത്തിന് അനവധി പ്രത്യേകതകളുണ്ട്, അല്ലയോ? അപ്പോൾ നമ്മൾ മുമ്പേ പഠിച്ചപ്പോഴത്തേക്ക് അത് മനസ്സിലായിട്ടുണ്ട്, വേറെ പാഠഭാഗങ്ങൾ, ഇല്ലയോ? അപ്പോൾ ആ നിഷാദത്തിൻ്റെ പ്രത്യേക സൗന്ദര്യങ്ങൾ വെച്ചിട്ടാണ് കുറച്ച് വിദ്വാൻമാർ ഹരികാംബോജിയുടെ ജന്യമാണ് ഈ രാഗമെന്ന് പറയുന്നത്. മനസ്സിലായോ? എന്നാൽ ചക്രവാകത്തിൻ്റെ ജന്യമെന്നും പറയുന്നുണ്ട്. കൂടാതെ 1-2 വേറെ 2-3 മേളകർത്ത രാഗങ്ങളുടെ ജന്യരാഗമായിട്ടും ഇതിനെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെന്തൊക്കെ പ്രത്യേകതയുണ്ട്? അപ്പോൾ ഔഡവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പിന്നെ വെസ്റ്റേൺ മ്യൂസിക്കിൽ നമ്മൾ പെൻറ്റാറ്റോണിക് സ്കെയിൽ എന്നാണ് പറയുന്നത്, കേട്ടോ? 5 സ്വരങ്ങൾ വരുന്നത്. ഈ 5 സ്വരങ്ങൾ തന്നെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഒരേ സ്വരസ്ഥാനങ്ങൾ തന്നെ ആരോഹണത്തിലും അവരോഹണത്തിലും വരും. ഒരേ സ്വരസ്ഥാനങ്ങളാണ്, ഒരു മാറ്റവും. അതുകൊണ്ട് അങ്ങനെയുള്ള രാഗങ്ങൾക്ക് നമ്മളൊരു പേര് പറയാനുണ്ട്. എന്താണെന്നറിയോ? ഉപാംഗരാഗം. അതാണ് രാഗത്തിൻ്റെ പേര്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ രാഗം വളരെ ആനന്ദം നൽകുന്നതും ഉണർവ് നൽകുന്നതുമായിട്ടുള്ളൊരു രാഗമാണ്, ഇല്ലയോ? വലച്ചി. അപ്പോൾ കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും ഫിലിം മ്യൂസിക്കിലും ഒക്കെ ഈ രാഗം വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ കലാവതി എന്ന് പറയുന്ന ഒരു രാഗത്തോട് ഈ രാഗത്തിന് സാമ്യമുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതുകൂടാതെ കർണാടക സംഗീതത്തിലാണെന്നുണ്ടെങ്കിൽ അനേകം കൃതികൾ രചിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതിൽ ഇന്ന് നമുക്ക് പഠിക്കാൻ പോകുന്നത് നമ്മൾ ജാലന്ധര സുപീഠസ്ഥേ എന്ന് പറയുന്ന ഒരു കൃതിയാണ്. മനസ്സിലായോ? അപ്പോൾ ആ കൃതി രചിച്ചിരിക്കുന്നത് ആരാണെന്നറിയോ? മുത്തയ്യ ഭാഗവതരാണ് ആ കൃതി രചിച്ചിരിക്കുന്നത്. അത് ഏത് താളത്തിലാണെന്നറിയാമോ? രൂപക താളത്തിലാണ്. അപ്പോൾ നമുക്ക് വലച്ചി രാഗത്തിൻ്റെ ആരോഹണ അവരോഹണം നമുക്ക് പതുക്കെ ഒന്ന് വായിച്ചാലോ? അപ്പൊ ഇങ്ങനെ ഒരു ആരോഹണ അവരോഹണം പാടുന്ന രീതിയുണ്ട്. ഇനി നമുക്ക് മറ്റൊരു രീതി ഒന്ന് നോക്കാം. സഗ പദ നീ സ നീ ധ പ ഗ സ. അപ്പോൾ ഇങ്ങനെയും ഈ ആരോഹണ അവരോഹണം ഈ രാഗത്തിൻ്റെ പാടാം. ഇനിയും അനേകം രീതികളുണ്ട്. അത് നമ്മൾ
ഈ കൃതി പഠിച്ചു തീരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രയോഗ രീതികൾ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇന്ന് ഇത്രയും നമുക്ക് നിർത്താം. എന്താ?